ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമായ കാരണം എന്തായാലും കൊടുങ്ങല്ലൂർ അമ്മേനെ പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എൻ്റെ ജീവിതത്തിൽ കൊടുങ്ങല്ലൂർ അമ്മ വന്നിട്ട് ഒരു കൊല്ലമായിട്ടുള്ളൂ എങ്കിലും പക്ഷേ എനിക്ക് ആളായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. ഒരു സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഏറ്റവും ആദ്യം ഞാൻ വിളിക്കുന്നത് കൊടുങ്ങല്ലൂർ അമ്മേനെയാണ്. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് അവിടെ പോയി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷവും അമ്മേനെ കണ്ട് അമ്മയുടെ ഭംഗി കണ്ട് ഞാൻ കരയുന്നു പറഞ്ഞ അവസ്ഥയാണ്. എനിക്ക് അത്രയും ആ മുഖം കണ്ടാൽ കണ്ണെടുക്കാനേ തോന്നില്ല. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായ കാരണം ഒരു പ്രത്യേക ചൈതന്യമായിരുന്നു ദേവിയുടെ മുഖത്ത്. എനിക്ക് കണ്ടിട്ടും കണ്ണെടുക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് വന്നത്. ഞാൻ സ്വതവേ ഒറ്റയ്ക്ക് തന്നെയാണ് ഞാനിവിടെ തൊഴാനും വരാറ്. ഹസ്ബൻഡിന് ലീവുള്ള ദിവസം അപൂർവമാണ് നമ്മളിങ്ങോട്ട് വരൽ, കുറവാണ്. ഒന്നോ രണ്ടോ വട്ടം എങ്ങാനും വന്നെങ്കിലായി എന്ന് വേണം പറയണമെങ്കിൽ. അപ്പോൾ ഇവിടെ എല്ലാം കുറേ നേരം ഒറ്റയ്ക്ക് നടന്ന് പോസ്റ്റായ കാരണം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായ നോക്കി നടന്നെങ്കിലും പക്ഷെ എനിക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് പോരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. കുറേ ഈ നടയുടെ അവിടെയും ഒറ്റയ്ക്ക് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്ന് വഴിപാട് കൗണ്ടറിൻ്റെ അതുമ്മ കുറേ നേരം നോക്കി നിന്ന് പതുക്കെയാണ് നമ്മൾ പോയത്. എനിക്ക് അവിടുത്തെ നിവേദ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നട അടയ്ക്കണ നേരത്തെ കിട്ടുള്ളൂ. നട അടയ്ക്കണമെങ്കിൽ 12 മണിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും അത്ര നേരം നിൽക്കാമെന്ന് വിചാരിച്ചില്ല. ശർക്കര പായസം കിട്ടാനാണ് ഞാൻ മെയിനായിട്ട് വെയിറ്റ് ചെയ്തത് കേട്ടോ. നെയ്യ് പായസം മാത്രം അവിടെ ബോട്ടിലാക്കിയിട്ട് തരും. ഞാനപ്പോൾ നേരെ വണ്ടി അവിടെ നിന്ന് വിട്ട് പാലക്കയ്ക്ക് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൃശ്ശൂർക്ക് പോണ വണ്ടിയിലാണ് നമുക്ക് കയറേണ്ടത്. വന്നപ്പോൾ ഏട്ടൻ്റെ എയർ ബസ്സിൽ വന്ന കാരണം തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഛർദ്ദിക്കാൻ വന്നിട്ട്. അപ്പോൾ പോണ വഴിക്ക് ഇവിടെ നിന്ന് വിത്ത് വാങ്ങൽ സ്ഥിരം ചടങ്ങാണ്. ആ ചടങ്ങ് തെറ്റിക്കാണ്ട് ആ ഒരു വിത്തുകളും കാര്യങ്ങളൊക്കെ വാങ്ങി തിരിച്ച് ബസ് കയറാനായി ബസ്സും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല വിശപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ഛർദ്ദിക്കാൻ വരുന്ന ഒരു ടെൻഡൻസി ഉള്ള കാരണം കഴിച്ചില്ല. പിന്നെ തിരിച്ച് ലോക്കൽ വണ്ടിയിൽ നമ്മൾ പാലയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നേരെ ഒരു 1 അവറിൻ്റെ യാത്രയായിരുന്നു കേട്ടോ. ആ നേരം കുറച്ച് നേരം കണ്ണടച്ച് മയങ്ങാമെന്ന് വിചാരിച്ചു. എങ്കിൽ പോലും എൻ്റെ കണ്ണ് ഫുള്ള് അമ്മയുടെ അവിടേക്ക് തന്നെയാണ് കേട്ടോ.